നമുക്ക് ഫയലുകൾ സൂക്ഷിക്കുന്നതിന് വേണ്ടി ഗൂഗിൾ ഫ്രീ ആയിട്ട് തരുന്നത് 15 GB ആണ്. അതായത് ഗൂഗിൾ ഡ്രൈവിലൊക്കെ നമ്മൾ ഫോട്ടോസുകളും വീഡിയോസുകളും സൂക്ഷിച്ച് വെക്കുന്നതിനും അല്ലെങ്കിൽ ഗൂഗിൾ ഫോട്ടോസിലേക്ക് നമ്മൾ ബാക്കപ്പ് ചെയ്ത് വെക്കുന്നതിനൊക്കെ നമ്മുടെ ഗൂഗിളിൽ നമുക്ക് തരുന്നത് 15 GB ആണ്. അതിനകത്ത് നമുക്ക് ജിമെയിൽ അക്കൗണ്ട് ഉൾപ്പെടും. ഗൂഗിളിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമും കൂടെ നമുക്ക് 15 GB ആണ് തരുന്നത്. ഉദാഹരണത്തിന് വാട്സപ്പ് ബാക്കപ്പ് വരെ നമുക്ക് ഈ 15 GB ഉൾക്കൊള്ളിക്കണം. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ കിട്ടുന്ന ഈ 15 GB തീർച്ചയായിട്ടും നമുക്കത് തികയില്ല. കാരണം നമ്മുടെ ഫോട്ടോസ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് വെക്കുമ്പോൾ നമ്മുടെ സ്റ്റോറേജ് പെട്ടെന്ന് തീർന്നു പോകും. പിന്നെ നമുക്ക് അതിന് എക്സ്ട്രാ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ അധികമായിട്ട് മാസം പണം കൊടുക്കണം. ഓരോ മന്ത്ലി പേയ്മെൻറ്റിലായിട്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. എന്നാൽ നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സാധാരണ നമ്മളിപ്പോൾ മെമ്മറി കാർഡൊന്നും ആരും ഉപയോഗിക്കാറില്ല. അതിന് പകരം ഏതെങ്കിലും ഓൺലൈൻ ക്ലൗഡ് സ്റ്റോറേജുകളാണ് ഉപയോഗിക്കുക. ഏറ്റവും മികച്ച നല്ലൊരു ക്ലൗഡ് സ്റ്റോറേജ് മാത്രമല്ല 1024 GB, അത് 1 2 അല്ല, 1024 GB ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ക്ലൗഡ് സ്റ്റോറേജിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത്. തീർച്ചയായിട്ടും മൊബൈൽ ഫോണും കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കുന്ന ആൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും നിങ്ങളുടെ ഫയലുകൾ സൂക്ഷിച്ചു വെക്കാൻ. അപ്പോൾ അതെങ്ങനെ ഉപയോഗിക്കുക, ഏതൊക്കെയാണ് അതിനകത്തുള്ള ഫീച്ചറുകൾ എന്നാണ് നമ്മൾ നോക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ആ ഒരു ആപ്പ് ഏതാണെന്ന് ഞാൻ അവസാനം കാണിച്ചു തരാം. പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ്. ആപ്പ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 1024 GB എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഞാനിപ്പോൾ ഇത് ഓൾറെഡി ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അക്കൗണ്ടാണ്. ഇവിടെ ഏറ്റവും മുകളിൽ കാണാം 1024 GB നിന്ന് 67 GB ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇഷ്ടം പോലെ GB എനിക്ക് ഇതിനകത്ത് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്കുള്ള പ്രത്യേകത, നമുക്ക് ഇൻ്റർനെറ്റ് ഇല്ലാത്ത സമയത്ത് വീഡിയോ കാണാൻ വേണ്ടി, നമുക്ക് വീഡിയോസുകളാണെങ്കിലും ഫോട്ടോസുകളാണെങ്കിലും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഓഫ്ലൈൻ മോഡിലേക്ക് ഇത് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഓഫ്ലൈൻ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഞാൻ ഓൾറെഡി ഒരു ഫോൾഡർ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ഫോട്ടോസ് വേണമെങ്കിൽ പ്രത്യേകം ഫോൾഡറിലേക്ക്, അത് നമ്മൾ ഓഫ്ലൈനിലേക്ക് മാറ്റുമ്പോൾ തന്നെ നമുക്കത് ഫോൾഡറായിട്ട് മാറും. സാധാരണ ഇത് ഓപ്പൺ ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഇൻ്റർനെറ്റ് ആവശ്യമാണ്, നമുക്കത് ഫ്രീ ആയിട്ട് കാണാൻ സാധിക്കും. താഴെ ഭാഗത്ത് ഒരുപാട് ഓപ്ഷൻസുകൾ കാണും. ഫോട്ടോസ്, വീഡിയോസ്, ഫോൾഡർ എന്നുള്ള ഭാഗത്തുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ അത് ഉപയോഗിക്കുന്ന ഫോൾഡറുകൾ കാണാൻ സാധിക്കും. ഓരോന്നിനും പ്രത്യേകം ഫോൾഡറുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പുതിയ ഒരു ഫോട്ടോ വീഡിയോ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാമെന്നുണ്ടെങ്കിൽ വലത് ഭാഗത്തൊരു പ്ലസ് ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് കൊടുത്ത് നിങ്ങൾക്ക് വീഡിയോസും ഫോട്ടോസും ഡോക്യുമെൻറ്റ്സും നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ഫയൽ അത് മുഴുവൻ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്ത് വെക്കാൻ സാധിക്കും. ഓർക്കുക, അപ്ലോഡ് ചെയ്യാൻ ഇൻ്റർനെറ്റ് ആവശ്യമാണ്, ഡൗൺലോഡ് ചെയ്യാനും ഇൻ്റർനെറ്റ് ആവശ്യമാണ്. ഓഫ്ലൈനിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്യാനും അതുപോലെ കാണാനൊന്നും ഇൻ്റർനെറ്റിൻ്റെ ആവശ്യമില്ല. ഇവിടെ താഴെ നിങ്ങൾക്ക് ഈ അപ്ലോഡ് ചെയ്യുന്ന ഒരു ഫോൾഡറിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ ന്യൂ ഫോൾഡർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് കൊടുത്ത് എന്തെങ്കിലും ഒരു ഫോൾഡറിൻ്റെ പേര് കൊടുത്ത് ഇവിടെ താഴെ ക്രിയേറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫോൾഡർ നമ്മൾ ക്ലിക്ക് ചെയ്ത് ഇവിടെ താഴെ ഭാഗത്തൊരു പ്ലസ് ബട്ടൺ കാണും. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അതിനകത്തേക്ക് ഓരോന്നും ഫോട്ടോസ്, വീഡിയോസുകൾ അപ്ലോഡ് ചെയ്ത് വെക്കാൻ സാധിക്കും. അതായത് നിങ്ങളിപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള ഒരാളുടെ ഫോട്ടോ ആണ് സൂക്ഷിക്കുന്നതെങ്കിൽ അയാളുടെ പേരിലൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾ ടൂർ പോയതാണെങ്കിൽ എവിടേക്കാണോ ടൂർ പോയത് അത് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തതിലേക്ക് അപ്ലോഡ് ചെയ്ത് വെക്കാം. ഏത് സമയം നിങ്ങളുടെ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ ഈ അക്കൗണ്ട് ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ ഇടത് ഭാഗത്ത് പ്രൊഫൈൽ കാണും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം ഞാൻ ഓൾറെഡി ഇവിടെ എൻ്റെ മൊബൈൽ നമ്പർ ഉപയോഗിച്ചാണ് ലോഗിൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ ഇമെയിൽ ID ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഏതൊരു ഫോണിലും ഏതൊരു സിസ്റ്റത്തിലും ഇത് ഓപ്പൺ ചെയ്ത് അതേ ഇമെയിൽ IDയും പാസ്വേഡും കൊടുത്താൽ ആ ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് അവിടെ ഓപ്പൺ ചെയ്ത് കാണാൻ സാധിക്കും. അപ്പം മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടാലും നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ടോ മൊബൈൽ നമ്പറോ നഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ സാധിക്കും. ഓർക്കുക, പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിനകത്ത് പരസ്യങ്ങളുണ്ട്. പരസ്യമില്ലാതെ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തതിനകത്ത് ഈ ആപ്പിൻ്റെ പേരിൽ നിങ്ങൾക്കൊരു APK ഫയൽ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. ഇനി ആപ്പ് ഏതാണെന്ന് കാണിച്ചു തരാം. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് പ്ലേ സ്റ്റോറിൽ നമ്മൾ തേര ബോക്സ് എന്ന് ഇതുപോലെ സെർച്ച് ചെയ്ത് കൊടുക്കുക. TERA ബോക്സ് എന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്ത് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും തേര ബോക്സ് എന്നുള്ള ആപ്പ്. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്ത് 1024 GB, അതായത് 1 TB സ്റ്റോറേജാണ് ഇതിനകത്ത് നമുക്ക് ലഭിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഫോട്ടോസാണെങ്കിലും വീഡിയോസാണെങ്കിലും എല്ലാം ഇതിനകത്തേക്ക് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് വെക്കാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കൾ മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.